എന്തുകൊണ്ടെന്നുള്ള ചോദ്യം നിങ്ങൾ സയൻസിലാണ് ചോദിക്കേണ്ടത്, സ്പിരിച്വാലിറ്റിയിലല്ല. ഒരു അമ്മയ്ക്ക് കുട്ടിയുടെ അടുത്ത് സ്നേഹം വരുമ്പോ എന്തുകൊണ്ടാ സ്നേഹം വരണമെന്ന് ചോദിക്കൂ? അപ്പോ ഈവൻ ഇൻ ദ സൈക്കോളജിക്കൽ പ്ലെയിൻ ദിസ് ക്വസ്റ്റ്യൻ ഈസ് മീനിങ്ലെസ്. വൈ എന്നുള്ള ചോദ്യം സയൻസിന്റെ ചോദ്യമാണ്. സ്പിരിച്വാലിറ്റിയില് ടു ഹൂം ആണ്, ആർക്കാണ് ഈ അനുഭവം വരണം. അപ്പോ അത് പോട്ടെ. പക്ഷെ ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞു, ഇതൊരു ശാസ്ത്രമാണ്, യോഗശാസ്ത്രമാണിത്. ഇതിൽ എത്രയോ സാധന ചെയ്ത മഹാപുരുഷന്മാരുടെ അനുഭവമാണ് ഈ വിഷയം. അതായത് അപ്പൊ ഇത് സ്വപ്നത്തിലൊക്കെ വരുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ ലക്ഷ്യത്തിലെത്തിയൊന്നുമില്ല. ഇപ്പൊ അമ്പലത്തിൽ ദൂരത്തുനിന്ന് തന്നെ സ്വാമിയുടെ വിളക്കും തിരിക്കെ കാണില്ല, അതുപോലെ കണ്ടു. അപ്പോ നമ്മള് വി ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അതാണ് അതിന്റെ സൈൻ. അത്രയേ ഉള്ളൂ. നമ്മള് നല്ല വഴിയിലാണ് പോകുന്നത്. നമ്മളുടെ മനസ്സ് ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്, അശുദ്ധമല്ല. പേടിക്കാനില്ല എന്ന് പറയണ പോലെയാണ്. പക്ഷെ അതിലൊന്നും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. അതിൽ അഭിമാനിക്കാനോ അതിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയും സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഈ ജാഗ്രതത്തില് അതിനെ അനുഭവിക്കാനാണ് നോക്കേണ്ടത്. നമ്മള് ജാഗ്രതത്തിലാണ് സാധന ചെയ്യുന്നത്, ജാഗ്രതത്തിലാണ് ജപമോ ധ്യാനമോ ആത്മവിചാരമോ ഒക്കെ ചെയ്യണത്. നമ്മളുടെ അറ്റൻഷൻ അതിൽ തന്നെ ഇരിക്കണം. അതിൽ അറ്റൻഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്വപ്നത്തിലൊക്കെ ചെറിയ ഒരു പ്രസാദം കിട്ടുന്ന പോലെ അനുഭവം ഉണ്ടാവും. അത് നെഗറ്റീവ് അല്ല എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യവും ഉത്തരവും. അത് കള്ളമല്ല, അത് വെറുതെ ഒരു തോന്നലല്ല എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യ ഉത്തരം, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടിയുണ്ട്, ഇഫ് യു അലോ മീ. ഓക്കെ, സോ ഇപ്പൊ എന്റെ വയസ്സ് 35, ഐ ഗോട്ട് റീസെന്റ് മാരീഡ്. സോ എന്റെ ലൈഫിൽ ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുമ്പം എനിക്ക് ഇടയ്ക്ക് തോന്നും, ഐ മീൻ ഐ എം ലിറ്റിൽ ബിറ്റ് ഇൻക്ലൈൻ ടുവേർഡ്സ് സ്പിരിച്വലിസം ബിക്കോസ് ഓഫ് ദ ഗോഡ്, പവർ ഓഫ് ഗോഡ്. സോ എനിക്ക് പലപ്പോഴും തോന്നുന്നു ഐ എം നോട്ട് ഡൂയിങ് ജസ്റ്റിഫിക്കേഷൻ for that blessing whatever he has given me, because I'm so much distracted in this worldly life. So I mean often enakku doubts varum, am I doing the right thing or am I actually justified to have his blessing? So these are the questions that I have. നോക്കൂ, ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ കയ്യിലല്ല. Now your life, you are a young person, you are living in the world, working for your livelihood. So you have all these distractions. That is natural, normal. From your side, you have to do something. That is, every day spend at least half an hour with the divine. The rest of the time, let the world take. As a beginning, in the morning half an hour and at least 10 to 15 minutes before sleep. Okay. You do some spiritual practice. Like best spiritual practice that you can do is practicing japam, one mantra japam, so that when you get habituated with it, നിങ്ങളുടെ ട്രെയിനിൽ പോകുമ്പോഴോ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ഓഫീസിൽ കുറച്ചു നേരം ടൈം കിട്ടിയാൽ പോലും ആ മന്ത്രം ഇങ്ങനെ ഉള്ളിൽ ധ്വനിക്കും. നിങ്ങൾക്കത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാതെ തന്നെ ഉള്ളിൽ നിന്ന് ഇറ്റ് വിൽ കം. സോ ദാറ്റ് ഈസ് എ spiritual practice which you can continue even while working. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും അത്. പക്ഷേ ഡോണ്ട് ഇമാജിൻ ദാറ്റ് ഇറ്റ് വിൽ കം ഇൻ എ ഡേ ഓർ ടു. സോ ഫ്രം യുവർ സൈഡ് യു ഡെഡിക്കേറ്റ് ഹാഫ് ആൻ അവർ ഫോർ ദാറ്റ് എവറി ഡേ. ആ ഒരു കാര്യം ചെയ്തിട്ട് ബാക്കിയുള്ള സമയം വിട്ടേക്കും, ഭഗവാൻ നോക്കിക്കോളും. നിങ്ങൾ ഭഗവാന് കുറച്ച് ടൈം കൊടുക്കണം, ബാക്കിയുള്ള ടൈം നിങ്ങളുടെ ഡ്യൂട്ടിക്ക് കൊടുത്താലും ആ സമയത്ത് നിങ്ങളെ പിടിക്കേണ്ടത് ഈശ്വരന്റെ ചുമതലയാണ്. നിങ്ങൾ വീഴാതെ ആ ശക്തി നോക്കിക്കൊള്ളും.